ഓഗസ്റ്റ് 6 ബുധനാഴ്ച. ലൂക്ക 9:28 മുതൽ 36 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ നമ്മുടെ കർത്താവിൻ്റെ രൂപാന്തരീകരണ തിരുനാൾ ആഘോഷിക്കുന്നു. ദൈവത്തിൻ്റെ പ്രിയപുത്രനെ ശ്രവിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ശബ്ദത്തിനായി തുറന്നിരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്തായിരിക്കുന്നത് നമുക്ക് നല്ലതാണ്. ഹോളി ലാൻഡിലെ മൗണ്ട് താബോറിലേക്കുള്ള ഒരു സന്ദർശനം ഞാൻ ഓർക്കുന്നു. വലിയ ടൂർ ബസ്സിന് ആ മലമുകളിലേക്ക് പോകാൻ സാധിക്കില്ല. പകരം ചെറിയ ടാക്സികളിലാണ് മലമുകളിലേക്ക് യാത്ര ചെയ്യുന്നത്. മുകളിലേക്ക് പോകുന്തോറും ചുറ്റുമുള്ള അന്തരീക്ഷത്തിന് മാറ്റമുണ്ടാകുന്നു. തണുത്ത കാറ്റും ശാന്തമായ അന്തരീക്ഷവും. ഇന്നത്തെ സുവിശേഷത്തിൽ പത്രോസും ജെയിംസും യോഹന്നാനും ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അപ്പോൾ ഊഹിക്കാവുന്നതേയുള്ളൂ. ആ മലമുകളിൽ ഒരു ദേവാലയമുണ്ട്, ചർച്ച് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ. അവിടെ 3 ഗ്രോട്ടോകളിലായി 3 ചാപ്പലുകളുണ്ട്. പത്രോസ് പണിയാൻ ആഗ്രഹിച്ച 3 കുടിലുകളെയാണ് അവ പ്രതിനിധീകരിക്കുന്നത്. ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുന്നത് യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി പ്രാർത്ഥിക്കാൻ മലമുകളിലേക്ക് പോയി എന്നാണ്. ശിഷ്യന്മാർ ക്ഷീണിതരായിരുന്നു, അതുകൊണ്ട് അവർ ഉറങ്ങിപ്പോയി. അവർ കണ്ണു തുറന്നപ്പോൾ കാണുന്നത് യേശു മോശയോടും ഏലിയായോടും സംസാരിക്കുന്നതാണ്. അവരുടെ മുമ്പിൽ യേശു രൂപാന്തരപ്പെടുന്നു. പിന്നീട് യേശുവിൻ്റെ ജ്ഞാനസ്നാന സമയത്ത് പ്രഖ്യാപിക്കപ്പെട്ട പോലെ ഒരു ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, അവനെ ശ്രദ്ധിക്കൂ. നമ്മളും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവർ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. ആ അനുഭവം വളരെ മനോഹരമായിരുന്നു, ഗംഭീരമായിരുന്നു. പത്രോസ് യേശുവിനോടും ഏലിയായോടും മോശയോടൊപ്പം അവിടെ താമസിക്കാൻ ആഗ്രഹിച്ചു. 3 കൂടാരങ്ങൾ പണിയാൻ അദ്ദേഹം തയ്യാറായിരുന്നു. നമ്മുടെ ലോകം പലപ്പോഴും കൂടുതൽ ഭ്രാന്തമായും സങ്കീർണമായും തോന്നുന്ന അവസരത്തിൽ ദൈവം വളരെ അടുത്തായി തോന്നുന്ന ചില സ്ഥലങ്ങൾ അന്വേഷിക്കുന്നത് നമുക്ക് നല്ലതാണ്. നമ്മെ തടഞ്ഞു നിർത്തുന്ന സ്ഥലങ്ങൾ പ്രാർത്ഥന കൊണ്ടും ആരാധനയുടെ സൗന്ദര്യം കൊണ്ടും നിശബ്ദതയുടെ ശക്തിയും കൊണ്ട് നമ്മൾ അവിടെ തടവിലാക്കപ്പെടുന്നു. അവിടെ നമ്മുടെ വേദനയും കഷ്ടപ്പാടും ദൈവത്തിന് മുമ്പിൽ തുറന്നു കൊടുക്കുവാൻ സുരക്ഷിതമായ സ്ഥലമാണ്. അതുപോലെ തന്നെ രോഗശാന്തിയും സ്നേഹത്തിൻ്റെ അനുഭവവും നമ്മെ സമാധാനം കൊണ്ട് നിറയ്ക്കുന്നു, അല്ലെങ്കിൽ രൂപാന്തരപ്പെടുത്തുന്നു. ഈ പുണ്യസ്ഥലങ്ങൾ പോലെ തന്നെ ചില പിൻവാങ്ങൽ സമയങ്ങളും പ്രധാനമാണ്. ജീവിതത്തിൻ്റെ തിരക്കേറിയ വേഗതയിൽ നിന്ന് മാറി അല്പസമയം നിശബ്ദതയിൽ ചെലവഴിക്കുന്നത് വഴി ദൈവത്തിൻ്റെ പരിവർത്തനാത്മക സ്നേഹത്തിൽ കൂടുതൽ നമുക്ക് പങ്കുചേരാൻ സാധിക്കും. ഞാൻ കെനിയയിലായിരുന്നപ്പോൾ അവിടെ ന്യാഹുരു എന്ന പട്ടണത്തിനടുത്ത് ടാബോർ ഹിൽ റിട്രീറ്റ് സെൻ്ററുണ്ട്. ഞാൻ അവിടെ ഒരാഴ്ച ധ്യാനത്തിൽ ചെലവഴിച്ചത് ഓർക്കുന്നു. യേശുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം അനുഭവിക്കാനും
വിശ്വാസം ആഴപ്പെടുത്താനും അനുയോജ്യമായൊരു സ്ഥലമാണിത്. ക്രിസ്ത്യാനികളെന്ന നിലയിൽ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ രൂപാന്തരപ്പെടാൻ വിളിക്കപ്പെട്ടവരാണ്. വിശ്വാസത്തിലൂടെയും അവൻ്റെ വചനത്തിലൂടെയും നാം ജീവിതത്തിൻ്റെ പുതുമയിലേക്ക് നയിക്കപ്പെടുന്നു. യേശുവിനെ ശ്രമിക്കുമ്പോൾ ആഴമേറിയ വിശ്വാസത്തിലേക്ക് നമ്മെ നയിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ നേർക്കാഴ്ചകൾ നമുക്ക് അനുഭവപ്പെടും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നിരവധി രൂപാന്തരങ്ങൾ ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സ്നേഹത്തെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവൻ നൽകുന്ന ഒരേ ഒരു നിർദ്ദേശം അവനെ ശ്രവിക്കുക, പിന്തുടരുകയും ചെയ്യുന്നിടത്തോളം നമ്മുടെ കൺമുന്നിൽ ദൈവത്തിൻ്റെ മഹത്വം നാം കാണും. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Bangalore.